ഓച്ചിറ തഴവ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യമേറുന്നു. അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ രക്ഷിക്കണമെന്ന ആവശ്യത്തിന് ആക്കം കൂട്ടുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലുടനീളം തെരുവ് നായ് ശല്യത്തിൽ പേ പിടിച്ചവരും പരിക്കേറ്റവരും മരണപ്പെട്ടവരും നിരവധിയാണ്. മനുഷ്യന് വെളിയിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് തഴവ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. കുതിരപ്പന്തി, മുല്ലശ്ശേരിമുക്ക്, AVHS അമ്പലമുക്ക്, കൊച്ചുകുറ്റിപ്പുറം, കുറ്റിപ്പുറം, അഴയേക്കാവ് ഭാഗം, മണപ്പള്ളി, കാളിയൻ ചന്ത, ചിറക്കൽ ക്ഷേത്ര സമീപം എന്നുവേണ്ട എവിടെ തിരിഞ്ഞാലും നായ്ശല്യം കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. പകൽ സമയങ്ങളിൽ റോഡിൽ കൂടി ആട്ടിൻപറ്റങ്ങൾ പോകുന്നത് പോലെ നടന്നു പോകുമെങ്കിലും നേരം വൈകുന്നേരത്തോടെ ഇരുചക്ര വാഹനക്കാർക്കും മറ്റും മുല്ലശ്ശേരി വടക്കോട്ടുള്ള റോഡിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. നിരവധി നായ്ക്കളാണ് ഇരുചക്ര വാഹനത്തിന് പിന്തുടർന്ന് കുറിച്ചുകൊണ്ടുവരുന്നത്. ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്ത് റോഡുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. തെരുവ് നായ്ക്കളെ കൊല്ലാൻ പറ്റുന്നില്ല എന്നതാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾ നേരിടുന്ന പ്രശ്നം. തഴവയിലും പരിസര പ്രദേശങ്ങളിലും പേപ്പട്ടി ശല്യം രൂക്ഷമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരെയാണ് പട്ടി കടിച്ചതെന്ന് മാത്രമല്ല, അത് ഗുരുതരമായ കടിയുമായിരുന്നു. വാക്സിൻ എടുത്താൽ പോലും പേ വിഷബാധ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ABC എന്ന് പറയുന്ന പ്രോഗ്രാം വിജയം കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അടിയന്തരമായി പട്ടിയെയും ക്രൂരമൃഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഇതിനെ കൊന്നൊടുക്കി ഈ പേ വിഷബാധയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും നാട്ടുകാരെയും രക്ഷിക്കണം. നായ്ക്കളുടെ ശല്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൊല്ലുവാനുള്ള പൂർണ്ണമായ അധികാരം പഞ്ചായത്തുകൾക്ക് നൽകുന്നതിന് വേണ്ട നിയമഭേദഗതി വരുന്നു. അത്തരത്തിൽ നിയമഭേദഗതിയാണ് ഇപ്പോൾ ആവശ്യം. കാരണം കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത തരത്തിൽ ഈ തെരുവ് നായ്ക്കൾ അക്രമകാരികളായിക്കൊണ്ടിരിക്കുന്നു. അക്രമകാരല്ലാത്ത തെരുവ് നായ്ക്കളുണ്ട്, അല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട്. നാട്ടിലെ കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം ചെയ്യാൻ LP സ്കൂളുകളിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ UP സ്കൂളുകളിലേക്ക് നടന്നോ സൈക്കിളിലോ പോകാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അതിരാവിലെ വ്യായാമം എന്നുള്ള രീതിയിൽ നടക്കാനിറങ്ങുന്ന വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആൾക്കാർ, അവരെ ഓടിച്ചിട്ട് പട്ടി കടിക്കുന്ന ഒരവസ്ഥ. നാളിത്രയുമായിട്ടും ഇത്രയും വലിയ രൂക്ഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടും പഞ്ചായത്തിൻ്റെ അധികൃതർ അന്ധത പാലിക്കുകയാണ്. പല പഞ്ചായത്തുകളിലും 8ഉം 10ഉം പഞ്ചായത്തുകൾ ചേർന്നിട്ട് ABC എന്നൊരു പ്രോജക്റ്റ് തയ്യാറാക്കാമെന്ന് പറയുന്നതല്ലാതെ അത് നാളിതുവരെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു പദ്ധതി വരുന്നതിനേക്കാളും നല്ലത് അതാത് പഞ്ചായത്തുകളിൽ ABC പ്രോജക്റ്റ് കൊണ്ടുവരണം. വന്നു കഴിഞ്ഞാൽ ഈ പട്ടിശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പഞ്ചായത്തിൻ്റെ അധികൃതർ ഏത് പഞ്ചായത്ത് തന്നെ ആയിക്കോട്ടെ, കുറേ പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് ABCയുടെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പല സ്ഥലങ്ങളിലും തർക്കം വരുന്നുണ്ട്. തഴവ പഞ്ചായത്തിൽ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പഞ്ചായത്തിലെ പട്ടികളെ അവിടെ കൊണ്ടുവരാൻ ഗ്രാമവാസികൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇതിന് തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് കോഴിയെയും താറാവിനെയും വേട്ടയാടുന്ന, ആടിനെയും വേട്ടയാടുന്ന ഈ പട്ടികൾ നാളെ നമ്മുടെ മനുഷ്യരെ, നമ്മുടെ അച്ഛന്മാരെയും അമ്മമാരെയും വീട്ടിൽ നിന്നും പോകുന്ന യുവതലമുറയിലേക്ക് വരാനിരിക്കുന്ന നമ്മുടെ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും കടിച്ച് തിന്നുന്ന ഒരവസ്ഥ. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. തഴവ ഗവൺമെൻറ് LP ഹൈസ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, അവർ സൈക്കിളിലാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ വീട്ടിൽ നിന്നും ഭയപ്പെടുന്നു. കാരണം 4ഉം 5ഉം കുട്ടികൾ ഒരുമിച്ച് പോകുമ്പോൾ പട്ടിയുടെ ശല്യം ഉണ്ടായിരിക്കില്ല എന്നാണ് കുട്ടികളുടെ ധാരണ. അതുകൊണ്ട് ഒറ്റയ്ക്കൊരു കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടി വന്നാൽ ഇന്ന് ആ കുട്ടിയെ ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ രക്ഷകർത്താവോ മറ്റൊരു വാഹനത്തിലോ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ അധികൃതർ അതാത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചിട്ട് ABC പ്രോജക്റ്റ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നാടിൻ്റെ അവസ്ഥ വലിയ ഗുരുതരമായ ഒരു രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. CDNet ന്യൂസ്, ചാരുമൂട്.